എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഇതാ ഒരു പുതിയ ആഴ്ച നമ്മൾ ആരംഭിക്കുന്നു. കർത്താവ് നമുക്കതിനുള്ള ബലം തന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ ഒരു 10 ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നു. അവർ തൃക്കാൽക്കൽ ഇരുന്നു തിരുവെഴുത്തുകളെ പ്രാപിച്ചു എന്നൊരു വചനം പോലെ നാം ദൈവസന്നിധിയിൽ ഇരുന്ന് പഠിക്കുകയായിരുന്നില്ല, ചിലത് സ്വന്തമാക്കിയായിരുന്നു. ദൈവസന്നിധിയിൽ ഇരുന്ന് പഠിക്കുകയല്ല, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുകയാണ്. കൃപാവരം എന്നുള്ളത് പ്രാപിച്ചാൽ അത് ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മോടുകൂടി ഉണ്ടാകും. അതിൻ്റെ തെളിവാണ്, പഠിച്ചത് മറക്കാം, കേട്ടതും മറക്കാം, പ്രാപിച്ചത് മറക്കില്ല. അതിൻ്റെ തെളിവാണ് ഏലീശ മരിച്ചു. ഏലീശ മരിച്ചു കഴിഞ്ഞിട്ടും അവൻ്റെ മേലുണ്ടായിരുന്ന അഭിഷേകം അവന് വിട്ടു മാറിയില്ല. ഏലീശ മരിച്ചു, ഒരു കുഴിയിൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ കല്ലറയൊന്നും ആരും പണിതില്ല. പിന്നീട് ആ കല്ലറ തുറന്നു കിടന്നു. ആ സമയത്ത് മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരനെ അടക്കം ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ ശത്രുക്കൾ യുദ്ധത്തിനായിട്ട് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അടക്കം നടക്കാതെ ആദ്യം കണ്ട കുഴിയിലേക്ക് ഈ ചെറുപ്പക്കാരൻ്റെ ബോഡി ഇട്ടേച്ച് വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും ഓടി. ഈ സമയത്ത് ദൈവാനുഗ്രഹം കൊണ്ട് ഈ ചെറുപ്പക്കാരൻ്റെ ബോഡി വീണത് ഏലീശയുടെ കുഴിയിലാണ്. ഏലീശയുടെ അസ്ഥി അവിടെ ഉണ്ടായിരുന്നു. ഏലീശയുടെ അസ്ഥിയെ തൊട്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ ജീവിച്ചു. അതാണ് അവിടെ ഏലീശയുടെ ചരിത്രത്തിൽ കാണുന്ന ഒരു അത്ഭുത ചരിത്രം. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളായിരുന്നു. അപ്പോൾ അഭിഷേകമെന്ന് പറയുന്നത് നമ്മൾ മരിച്ചാൽ പോലും നമ്മുടെ അസ്ഥിയിൽ നിന്ന് മാറാത്തതാണ്. പ്രാപിക്കുന്നത് നമ്മെ വിട്ട് മാറില്ല. പഠിക്കുന്നത് മറന്നു പോകാം, പ്രാക്ടീസ് ചെയ്യുന്നത് നിന്ന് പോകാം, എന്നാൽ പ്രാപിക്കുന്നത് പോകില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ജീസസ് എവരിഡേ കണ്ട് ഈ ദൈവത്തിൽ നിന്ന് ഈ കേട്ട് പ്രാപിച്ച ഈ വചനം നിങ്ങളുടെ മേൽ വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതകാലത്ത് മുഴുവനും നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ നമ്മൾ ഈ ഭാഗ്യവാന്മാരാണെന്ന് പറയരുത്, ഭാഗ്യത്തെ നമ്മൾ വിശ്വസിക്കരുത്. നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നതിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ പറയില്ലേ, ഞാൻ ഒരു ഭാഗ്യമുള്ള ആളാണ്, ഭാഗ്യം നാളെ തെളിഞ്ഞു. ഇതൊക്കെ ചുമ്മാ പറയുന്ന കാര്യമാണ്. ഭാഗ്യത്തെ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, കഠിനാധ്വാനത്തെയാണ്. ബൈബിളിൽ കാണുന്നവരെല്ലാം കഠിനാധ്വാനികളായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതം വിജയകരമായി മാറി. എല്ലാവരെയും നോക്കിക്കോ, യേശു കർത്താവ് തുടങ്ങി എല്ലാ അപ്പോസ്തലന്മാരും പഴയ നിയമത്തിലെ എല്ലാ ശക്തന്മാരായ വീരന്മാരും കഠിനാധ്വാനികളായിരുന്നു. കഠിനാധ്വാനം ചെയ്യാതെ ഈ ഭൂമിയിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. സ്വർഗത്തിൽ കഠിനാധ്വാനം ഇല്ലാതാനും. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ ജീവിതത്തെ വിജയകരമാക്കാൻ കഴിയും, പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് 10 ദിവസത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞു എന്ന് കരുതി ഇനിയും നിങ്ങൾക്ക് വ്യക്തിപരമായി മാറിയിരുന്ന് വില മുടക്കി ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനും പ്രാപിച്ചതിനെ പ്രാക്ടീസ് ചെയ്യാനും കഴിയും. അതിനായിട്ട് നമുക്കൊരുങ്ങാം. റോമാലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 7-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ നമുക്ക് നോക്കാം. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്ക കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാകുന്നു. നമ്മെ പിടിച്ചടക്കിയിരുന്ന ഒരു ന്യായപ്രമാണം. നീ പാപിയാണ്, നീ തെറ്റ് ചെയ്തവനാണ്, നിനക്ക് വിജയിക്കാൻ കഴിയില്ല, നീ ശാപത്തിൻ്റെ കീഴെയാണ്, നീ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്ത പാപിയാണ്. ഇങ്ങനെയെല്ലാം നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം. നീ ഒരു പരാജയമാണ്, നിനക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല, കാരണം നീ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചവനാണ് എന്നിങ്ങനെയുള്ള ഒരു വലിയ കുറ്റബോധവും അതിനെ തുടർന്നുണ്ടാകുന്ന നിരാശയും പിടിച്ചടക്കിയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതാണ് പൗലൂസ് പറയുന്നത്,
ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം പിടിച്ചു വച്ചിരിക്കുകയാണ്. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മെ ഒതുക്കിക്കളഞ്ഞ ഒന്ന്. ആ ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ മരിച്ചു. അതിൻ്റെ അർത്ഥം ഇനി നമ്മെ ന്യായപ്രമാണത്തിന് പിടിച്ചടക്കാൻ കഴിയില്ല. നമ്മൾ സ്വതന്ത്രരാണ്. എന്നിട്ട് അടുത്ത കാര്യം, അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാകുന്നു. ഇനി നമ്മെ പിടിച്ചു വെക്കാൻ ന്യായപ്രമാണത്തിന് കഴിയില്ല. നമ്മളിപ്പോൾ ആത്മാവിലാണ്, അക്ഷരത്തിലല്ല. അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ നാം ദൈവത്തെ സേവിക്കണം. അതിനുവേണ്ടി ദൈവം നമ്മെ പിടിച്ചു വച്ചിരുന്ന ന്യായപ്രമാണത്തിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം പുറത്തു കൊണ്ടുവന്നു. നമുക്കിന്നൊരു പരിമിതിയില്ല. ന്യായപ്രമാണത്തിൻ്റെ കീഴെ എല്ലാം പരിമിതിയാണ്. ഒരു വേലിക്കെട്ടിൻ്റെ അകത്തായിരുന്നു നാം. ഇപ്പോഴങ്ങനെയല്ല. നമുക്ക് മുകളിലോട്ട് ഉയരാം, നമുക്ക് വിശ്വാസത്തിൽ വളരാം, മലയെ നീക്കാം, അത്തിയെ ഉണക്കാം, കടലിൻ്റെ മീതെ നടക്കാം, 5 അപ്പം വർദ്ധിപ്പിക്കാം. എന്തെല്ലാം പരിമിതികളാണ് ന്യായപ്രമാണത്തിൻ്റെ കീഴെ നിന്ന് മരിച്ച് പുതിയ സൃഷ്ടിയായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടാരത്തെ വേണമെങ്കിൽ നമുക്ക് വലുതാക്കാം, വേണമെങ്കിൽ നമുക്ക് പഴയതുപോലെ ജീവിക്കാം. അയ്യോ, ഞാനിപ്പോഴും പഴയതാണ്, പഴയത് മരിച്ചുപോയി എന്ന് കാണാനുള്ള ഒരു ബോധ മനസ്സിനെ നാം ഉണ്ടാക്കിയെടുക്കണം. വെറുതെ നമ്മൾ ലേഖനങ്ങൾ വായിച്ച് ഓടരുത്. ഈ സത്യം അറിയണം. ഇനി നമ്മെ ലിമിറ്റ് ചെയ്യുന്ന ഒന്നും നമ്മിലില്ല. ക്രിസ്തുവിൽ നാം സ്വതന്ത്രർ എന്ന് പറഞ്ഞാൽ, ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ സാക്ഷാൽ സ്വാതന്ത്ര്യമുള്ളവരാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഇനി നമുക്ക് മനുഷ്യനെ പോലെ ചിന്തിക്കേണ്ട. മനുഷ്യൻ്റെ ചിന്തകൾക്കെല്ലാം പരിമിതിയാണ്. നമുക്കിന്ന് ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുക. ചിന്തകളിൽ പോലും മാറ്റം വന്നുപോയി. മനുഷ്യൻ്റെ ചിന്ത, മനുഷ്യൻ്റെ ആയുസ് 70, ഏറിയാൽ 80. അതിൻ്റെ പ്രതാപം കഷ്ടവും പ്രയാസവും. എന്നാൽ ക്രിസ്തുവിൻ്റെ ചിന്ത, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, മരണമില്ല. മനുഷ്യൻ്റെ ചിന്ത, എൻ്റെ ആയുസ്സിനെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ശൈശവം, ബാല്യം, യൗവനം, വാർദ്ധക്യം. എന്നാൽ യേശു പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകുവിൻ. അതിൻ്റെ അർത്ഥം യൗവനവുമല്ല, വാർദ്ധക്യവുമല്ല, തിരിഞ്ഞ് ശിശുക്കളെ പോലെ ദൈവ പൈതൽ, ഒരു പുതിയ സൃഷ്ടിയായി മാറുക. ദൈവരാജ്യത്തിലെ ശിശുക്കളെന്ന് പറഞ്ഞാൽ ജ്ഞാനികളാണ്. അതിൽ യൗവനമുണ്ട്, അതിൽ ആത്മീക കൗമാരമുണ്ട്, അതിൽ വാർദ്ധക്യം അടുക്കുന്നില്ല. ഈ ഒരു മനോഭാവം വളർത്തിയെടുത്തില്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഒരു വിശ്വാസി എന്ന് പറയണമെങ്കിൽ ലിമിറ്റില്ലാത്ത ഒരാൾ, പരിമിതികളില്ലാത്ത ഒരാൾ. അങ്ങനെ പഴയ നിയമത്തിലുള്ള പലരും ചില ഏരിയകളിൽ അവർ ലിമിറ്റുകളെ പൊളിച്ചിട്ടുണ്ട്. അബ്രഹാം 90-ാം വയസ്സിൽ അവൻ്റെ പരിമിതിയെ പൊളിച്ചു കളഞ്ഞു. മോശ 80-ാമത്തെ വയസ്സിൽ അവൻ്റെ പരിമിതികളെ പൊളിച്ചു കളഞ്ഞു. ഇതെല്ലാം ദൈവവചനം കേട്ടാണ് പൊളിച്ചത്. 99-ാം വയസ്സിൽ അബ്രഹാമിനോട് പറഞ്ഞു, വരുന്ന ആണ്ടിൽ ഈ സമയത്ത് നിന്റെ ഭാര്യ സാറ ഒരു കുഞ്ഞിനെ മാറോടണയ്ക്കും. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് പരിമിതിയെ അബ്രഹാമും സാറായും പൊളിച്ചു കളഞ്ഞു. മോശ 80 ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ 80-ൽ
ആരോഗ്യമുള്ള ഒരു ജീവിതം, ഒരു യൗവനക്കാരൻ്റെ ജീവിതം അടുത്ത 40 വർഷത്തേക്ക് വേണ്ടി പ്രാപിച്ചെടുത്തു. മരണത്തിനും എനിക്കും തമ്മിൽ ഒരടി മാത്രമേ അകലമുള്ളൂ എന്ന് പറഞ്ഞ ദാവീദ് അവൻ്റെ ജീവിതം വലിയ അനുഗ്രഹമാക്കി. അനേക അരമനകൾ പണിതു, ദേവാലയത്തിന് വേണ്ടിയുള്ളതെല്ലാം ഒരുക്കി, ദൈവത്തിന് വേണ്ടി സ്തുതിയുടെ കൊട്ടാരങ്ങൾ പണിത്, സങ്കീർത്തനങ്ങൾ എഴുതി വലിയ ജയാളിയായിട്ട് മാറി. ജീവിതത്തിൽ വന്ന പരാജയത്തിൻ്റെ പാപങ്ങൾ, 2 വലിയ പാപങ്ങളെ ദൈവസന്നിധിയിൽ വീണ് ആ പാപം കൊണ്ടുവന്ന ലിമിറ്റേഷനുകളെ അവൻ പൊളിച്ചു കളഞ്ഞു. പരിമിതികളെ പൊളിച്ചടക്കാൻ നമുക്ക് കഴിയും. പിശാച് കൊണ്ടുവരുന്ന പല ബൗണ്ടറികളെ നാം പൊളിച്ചു കളയണം. ഇസ്രായേൽ മക്കളുടെ വാഗ്ദത്ത ദേശത്ത് ശത്രു കെട്ടിപ്പൊക്കിയ യെരിഹോ കോട്ടയെ ആർപ്പുകൊണ്ടും മൗനമായ ധ്യാനയാത്ര കൊണ്ടും പൊളിച്ച യോശുവയെ പോലെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ, പരിമിതികളെയെല്ലാം പൊളിച്ച് മുന്നേറാൻ നമുക്ക് കഴിയുമെന്ന് ബൈബിൾ പറയുന്നു. അപ്പം ന്യായപ്രമാണം സംബന്ധമായി മരിച്ചു. ലിമിറ്റേഷനുകളെ പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ ക്രിസ്തുവിലാണ് സ്വാതന്ത്ര്യമാണ്. കർത്താവിന് കടൽ ഒരു പരിമിതിയല്ല. മോശയ്ക്ക് ചെങ്കടൽ ഒരു പരിമിതിയായിരുന്നെങ്കിൽ യേശുവിന് കടൽ ഒരു പരിമിതിയല്ലായിരുന്നു. കാറ്റും കോളും ഒരു പരിമിതിയല്ല. കടൽ വന്നപ്പോൾ അതിൻ്റെ മീതെ നടന്നു. വഴി വേണ്ടെന്നേ, എവിടെയും വഴിയാണെന്ന് യേശു തെളിയിച്ചു. കാറ്റും കടലും അതൊരു പരിമിതിയല്ല. യേശു അവിടെ കിടന്നുറങ്ങി, കാരണം പരിമിതികളില്ല. 5 അപ്പം 2 മീൻ കൊണ്ട് മരുഭൂമിയിൽ ഒന്നുമില്ലാത്ത സ്ഥലത്ത് സമൃദ്ധിയുടെ വിശാലതയെ കൊണ്ടുവന്നു. ഇത് കേൾക്കുന്ന പലരും ഇന്നു മുതൽ, ഈ പുതിയ ആഴ്ചയുടെ ആരംഭ ദിവസം മുതൽ ശക്തിയേറിയ ആയുധമായി പുറത്തു വരണം. നിങ്ങൾ നിങ്ങളുടെ പരിമിതികളെ പൊളിക്കണം. എന്തു പറയണം? ഞാൻ പഴയതല്ല, പഴയ സൃഷ്ടിയല്ല. മനുഷ്യനാണ് ന്യായപ്രമാണത്തിൻ്റെ കീഴെ, എന്നാൽ വീണ്ടും ജനിച്ചയാൾ പുതിയ സൃഷ്ടിയാണ്. ഞാൻ ദൈവ പൈതലാണ്. ഞാൻ ആദാമിൻ്റെ മകനല്ല, ഞാൻ ക്രിസ്തുവിൻ്റെ മകനാണ്. ആദാമിൻ്റെ മകന് പരിമിതിയുണ്ട്. ആദാമ്യ സന്തതികൾ ശാപത്തിൻ്റെ കീഴിയായിരുന്നു. ആദാമ്യ സന്തതികൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിയായിരുന്നു. എന്നാൽ നമ്മൾ മരിച്ചു. നമ്മിലുള്ള ആദാമ്യ സന്തതി മരിച്ചു, നമ്മിലുള്ള ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു. ഈ ഒരു വെളിപ്പാട് ലഭിക്കാത്ത കാലത്തോളം നമ്മുടെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. നമ്മൾ പരിമിതപ്പെട്ടു പോകും. ഡിപ്രഷനുകളുണ്ടാകും, ഉറക്കമില്ലാത്ത ദിവസങ്ങളുണ്ടാകും, നിരാശയുണ്ടാകും. ഒരാളൊരു ചെറിയ കാര്യം പറഞ്ഞാൽ നമ്മളതിനെ പർവ്വതീകരിക്കും. എന്നാൽ ലോകം മുഴുവൻ നമുക്കെതിരെ വന്നാലും, ഒരു സൈന്യം എൻ്റെ നേരെ വന്നാൽ ഞാൻ പേടിക്കില്ലെന്ന് പറഞ്ഞ ദാവീദിനെ പോലെ അഭിഷേകത്തിൽ കുതിക്കുവാൻ, പുതിയ സൃഷ്ടി എന്ന ഈ സ്വർഗീയ മർമ്മത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. അതിനായി കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങൾക്ക് തരാൻ എന്നെ ദൈവം ബലപ്പെടുത്തിയെങ്കിൽ നിങ്ങളിന്ന് മാറി മറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ ബലപ്പെടാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് കേട്ട വചനം ഈ മക്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. ഒരു പുതിയ ചലനം ഇവർക്കുണ്ടാകട്ടെ. കൃപ കൊണ്ട് ഇവർ മൂടപ്പെടട്ടെ. ക്രിസ്തുവിൽ ഞാൻ ആര് എന്ന വലിയ ചിന്താഗതിയിലേക്ക് ഓരോരുത്തരും വരട്ടെ. ഞാൻ ആദാമ്യ സന്തതിയല്ല, ഞാൻ ക്രിസ്തുവിൻ്റെ സന്തതിയാണ്. പരിമിതികളില്ലാത്ത, ന്യായപ്രമാണത്തിൻ്റെ കീഴെ നിന്ന് പുറത്തു വന്ന, മരിച്ചുയർത്ത് ജീവിക്കുന്ന യേശുവിൻ്റെ പൈതലായി ഇന്നു മുതൽ ഞാൻ ഉയർന്നു വരും, വിശാലപ്പെടുമെന്നുള്ള ബോധ്യത്തിൽ ജീവിച്ച് ജയം പ്രാപിപ്പാൻ ഈ മക്കളെ കുടുംബങ്ങളായി, വ്യക്തികളായി സമർപ്പിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ന്യായപ്രമാണ കാലത്തേക്കാൾ ശ്രേഷ്ഠരായ പുതിയ നിയമ സൃഷ്ടിയുടെ ബലം നിങ്ങൾ പ്രാപിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ സ്വീകരിക്കുക. ഇന്ന് കേട്ട ദൈവവചനം പല ആവർത്തി നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കേൾക്കുക.
നോട്ടുകൾ എഴുതുക, നിങ്ങളെ തന്നെ ബലപ്പെടുത്തുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയത്ത് കാണാം. ആമേൻ. ആരാധിക്കാം ഞാൻ പൂർണ്ണ ഹൃദയമോ